Hi, hello, a very good evening everyone. This is Krishna from 𝐻𝐶 Academy joining you. And ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ OET reading part A ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. And this is OET reading mitigation which is typically focusing on OET reading part A. OET readingലെ part Aയിലെ 20 questions എങ്ങനെ കൃത്യമായിട്ട് 15 മിനിറ്റിൽ ചെയ്യാം എന്നുള്ള ലൈവ് സെഷനാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. And before getting into the subject, let's see എത്ര പേര് വന്നിട്ടുണ്ട്. And I hope everyone is doing good and great over there. സോ നിങ്ങളുടെ വിശേഷവും കാര്യങ്ങളും ഒക്കെ പറയുക. ആൻഡ് കുറേ ആൾക്കാരൊക്കെ ഡ്യൂട്ടിയിലാണ്, കുറേ ആൾക്കാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ടൈമാണ്. ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ്. ആൻഡ് ലെറ്റ് സി എന്തൊക്കെ കാര്യങ്ങളാണ് OET റീഡിംഗ് പാർട്ട് എയിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ആ ഒരു ടൈമിൽ ഞാൻ പറയാം. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് OET റീഡിംഗ് പാർട്ട് എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം സ്ട്രക്ചറിങ് എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെർട്ടിക്കുലർലി റിഗാർഡിംഗ് ദ സ്ട്രക്ചർ. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കീ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4 ഡിവിഷനിലുള്ള ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലുള്ള ടെക്സ്റ്റ് ആയിരിക്കും. ആൻഡ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് A, B, C ആൻഡ് D എന്നുള്ള ഡിവിഷൻസിലായിരിക്കും. ഇതിൽ ടെക്സ്റ്റ് എയിൽ ഇൻട്രൊഡക്ഷൻ ആവാം, ടെക്സ്റ്റ് ബിയിൽ റിസ്ക് ഓർ കോംപ്ലിക്കേഷൻസ് ആവാം. ഇതിപ്പം ടോപ്പിക്സ് ബേസ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ ഡിവിഷൻസ് മാറാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡോസേജോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ, സർജറി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന ടെക്സ്റ്റ് A, B, C ആൻഡ് D കാറ്റഗറൈസേഷനിൽ കാണാൻ സാധിക്കും. ആൻഡ് എപ്പോഴും ഓർക്കുക, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ 4 ഡിവിഷൻസും വരാൻ പോകുന്നത്. അല്ലാതെ ഓരോന്നിലും പല പല ടോപ്പിക്സ് ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഒരേ ടോപ്പിക്കിൻ്റെ തന്നെ സബ് കാറ്റഗറീസ്, അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യൂർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് കൂടുതലായിട്ടും ആ മെറ്റീരിയൽ ഉണ്ടാവാൻ പോകുന്നത്. സോ ഈ ഒരു ഫോക്കസിങ്ങിൽ വേണം നിങ്ങൾ OET റീഡിംഗ് പാർട്ട് എനെ സമീപിക്കാൻ. സോ പാർട്ട് എയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആകെ കിട്ടാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് വെറും 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് നിങ്ങൾ ഈ 4 മെറ്റീരിയലും വായിച്ചിട്ടും ഉണ്ടാകണം. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് 20 ചോദ്യങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവണം. സോ അതൊരു ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഒട്ടും നടക്കില്ലാത്തൊരു ടാസ്ക് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഡോണ്ട് വെറി, യു ക്യാൻ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഈസ് അബ്സല്യൂട്ട്ലി തറോ പ്രാക്ടീസ് ആണ്. നിങ്ങൾ എത്രത്തോളം മെറ്റീരിയൽസ് റിവൈസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു കീപ് ടൈം ഓഫ് യുവർ റെക്കോർഡ് ഓഫ് യുവർ ഡൂയിങ്സ്. നിങ്ങൾ ഏത് മെറ്റീരിയലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും ഉറപ്പായിട്ടും ഒരു ടൈമർ ഓൺ ചെയ്ത് 15 മിനിറ്റിൽ അത് എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ 15 മിനിറ്റിൽ ഇത് തീർക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ 4 മെറ്റീരിയൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 മെറ്റീരിയലിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. സോ ഡെഫിനറ്റ് ആയിട്ടും യു വിൽ ഹാവ് ടു പ്രാക്ടീസ് ക്വിക്ക് റീഡിങ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടെക്നിക്സ് ആണ്, വിച്ച് ആർ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. അപ്പോൾ ഈ 2 ടെക്നിക്സ് ആണ് കൂടുതലായിട്ടും OET റീഡിംഗ് പാർട്ട് എനെ ഹെൽപ്ഫുൾ ആക്കാൻ പോകുന്നത്. സോ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് തറോവായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും 20 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ യെസ്, ഹിയർ ഐ എം ഗെറ്റിംഗ് സം കമൻറ്റ്സ്. റീബ, ഗുഡ് ഈവനിങ് ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ആൻഡ് സുയ, ഗുഡ് ഈവനിങ് ഡിയർ. സോ യെസ്, സോ എപ്പോഴും ഓർക്കുക, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വൈറ്റലാണ്. കാരണം 15 മിനിറ്റിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. ഈ 20 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ വളരെ സെക്കൻഡ്സ് മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് ഉണ്ടാവത്തുള്ളൂ. സോ നൗ ദ മെറ്റീരിയൽ ഈസ് വിസിബിൾ ഓൺ യുവർ സ്ക്രീൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മെറ്റീരിയലിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം ടെക്സ്റ്റ് A, B, C ആൻഡ് D എന്നുള്ള കാറ്റഗറൈസേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ ടു യു. സോ ടെക്സ്റ്റ് A എന്നുള്ളത് തന്നെ തുടങ്ങാം. ടെക്സ്റ്റ് എയിൽ ഡെഫിനറ്റ് ആയിട്ടും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം, വിച്ച് ഇസ് അവർ ടൈറ്റിൽ. സോ ഈ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്ന SIDS എന്നാണ്, SIDS. സോ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം ഓർ SIDS, sometimes known as co-death, is the sudden, unexpected and unexplained death of an apparently healthy baby. So this is typically related to a baby, അല്ലേ? അപ്പോൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു ബേബി. സോ എന്താണ് ആ മെഡിക്കൽ കണ്ടീഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദെൻ മൂവിങ് ഓൺ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു UK ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ പറയുന്നത്. അറൌണ്ട് 200 ബേബീസ് എല്ലാ വർഷവും മരിക്കാറുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ SIDS എന്ന് പറയുന്ന കണ്ടീഷൻ കാരണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് എവിടെയാണ് റെയർ റിസ്ക്കും ഉള്ളതും
അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ആൻഡ് പ്രത്യേകിച്ച് സിംറ്റംസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ മെഡിക്കൽ കണ്ടീഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദെൻ ടെക്സ്റ്റ് ബിയിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റ്സ് ഒരു കുട്ടീനെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ കുട്ടി മരിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ആൻഡ് അതിനെ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ആൻഡ് ടെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, കുറച്ചധികം ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. ഈ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ട് വായിക്കേണ്ട അല്ലെങ്കിൽ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. സോ ബുള്ളറ്റ് പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ടെക്സ്റ്റ് സിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഡൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം ബുള്ളറ്റ് പോയിന്റ്സിൽ വിസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിക്കുക. ആൻഡ് അടുത്തത് ഡു നോട്ട്, അത് ബോൾഡ് ലെറ്റേഴ്സിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ടും ബോൾഡ് ലെറ്റേഴ്സിലാണെങ്കിലും ബുള്ളറ്റ് പോയിന്റ്സിലാണെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ടാണെങ്കിലും അണ്ടർലൈൻഡ് ബോൾഡ് ഇറ്റാലിസൈസ്ഡ് അങ്ങനെ ഏത് കാറ്റഗറിയിലാണെങ്കിലും നിങ്ങൾ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. സോ ഡു നോട്ട് എന്നുള്ള കാറ്റഗറിയിലും നിങ്ങൾക്കൊരു 3-4 ബുള്ളറ്റ് പോയിന്റ്സ് തന്നെ കാണാം. ആൻഡ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ഒരു വറി ഉണ്ടാവുന്നുണ്ട്, ഓക്കെ, എന്തോ ഒരു കാര്യം എൻ്റെ കുട്ടിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു അതായത് ഈ പറയുന്ന സിംറ്റംസും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് ഡി. ടെക്സ്റ്റ് ഡിയിൽ സെലക്ട് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സിറ്റ്സ് ഇതാണ് പറയാൻ പോകുന്നത്. സോ സെലക്ട് റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതും അതിൻ്റെ അസോസിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങളുമാണ് ടെക്സ്റ്റ് ഡിയിലേക്ക് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിറ്റ്സ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ്റെ വളരെ വേരിയഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ അതായത് ടെക്സ്റ്റ് എ തൊട്ട് ഡി വരെയുള്ള മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ് സി. സോ ലേഖ, വെരി ഗുഡ് ഈവനിങ് ഡിയർ. സോ യെസ്, നൗ ലെറ്റ് മീ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് തറോലി ഫോർ യു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. സോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നീതൂസ് അക്കാഡമി റീഡിംഗ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഈ മെറ്റീരിയൽ പ്രീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽസിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ലൈവ് സെഷന് മുമ്പ് ഈ ഒരു മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. Okay, Riva, let me ask the question first, dear. So, Soumya, good evening, dear. So, I'm going to read the instructions thoroughly and I hope everyone will be participating in this live session. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. So, yes, questions 1 to 7. For each question 1 to 7, decide which text A, B, C or D the information comes from. You may use any letter more than once. In which text you can find information about. So, this is all you have to do. അപ്പോൾ questions 1 to 7 വരെയാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് A, B, C or D ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ 4 ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആൻഡ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് യു മേ യൂസ് എനി ലെറ്റർ മോർ ദാൻ വൺസ്. അപ്പോൾ ഈ ലെറ്റേഴ്സിന് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് എവരിവൺ ഈസ് റെഡി. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രിവെൻറ്റിംഗ് മെത്തേഡ്സ് ഓഫ് സിറ്റ്സ്? ദ പ്രിവെൻറ്റിംഗ് മെത്തേഡ്സ്. സോ നിങ്ങൾ എപ്പോഴും ട്രേസ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സിനണിംസ് ഉണ്ടോ അല്ലെങ്കിൽ പാരഫ്രേസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ. ചിലപ്പോൾ എല്ലാം ഡയറക്റ്റായിട്ടായിരിക്കില്ല ചോദിക്കുന്നത്. സോ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ആ കീവേഡ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എവിടെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സിനണിം അതായത് കൂടുതൽ സിമിലർ മീനിങ് വരുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. സോ യെസ്, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the preventing methods of SIDS? Yes, and I have got some answers. Riva C പറഞ്ഞു, Anasuya C പറഞ്ഞു, Soumya. Okay, let's see. So everyone is saying it's text C. Yes, ഇവിടെ നിങ്ങൾക്ക് do's and don'ts ആണ് പറയുന്നത് and that is definitely prevention അല്ലെങ്കിൽ preventing factors അല്ലെങ്കിൽ preventing methods ആണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. So yes, that's the correct answer. So നമ്മളുടെ first question answer is actually C. Yes. Now moving on to the second question. So yes, Lega, right answer. So ഈ ഒരു സ്പിരിറ്റ് ടുവേർഡ്സ് എൻഡ് വരെ കീപ്പ് ചെയ്യുക. So the second question, protective factors associated with SIDS. So this is basically about protective factors. നിങ്ങൾക്കൊരു കീവേഡായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾക്കത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഹൈലൈറ്റഡ് വേർഡ് നിങ്ങൾക്ക് എവിടെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. So yes, protective factors. So yeah,
Anasuya and Reba have commented D. Yes. Let's see. അപ്പോൾ ഡിയിൽ നിങ്ങൾക്ക് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒരു ടേബിൾ ആണുള്ളത് അല്ലേ? അപ്പോൾ ആ ടേബിളിൻ്റെ ടൈറ്റിൽ തന്നെ നിങ്ങളൊന്ന് വായിച്ചോളുക. സെലക്ട് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. സോ യെസ്, അക്കു, റീബ ആൻഡ് അനസൂയ, ലേഖ, റൈറ്റ് ആൻസർ. സോ യെസ്, സോ സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഡി. വെരി ട്രൂ. യെസ് സൗമ്യ, correct answer. So moving on to the third question. What is the room temperature which a baby can sleep comfortably? So this is typically being asked on room temperature and regarding a baby. ഏത് റൂം ടെമ്പറേച്ചറിലാണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ സെർച്ച് ഫോർ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് ഐദർ സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ്. എവിടെയാണ് നിങ്ങൾക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. ടെക്സ്റ്റ് എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ? സോ യെസ്, അനസൂയ, അക്കു, റീബ, യു ഗൈസ് ആർ സേയിങ് ഇറ്റ്സ് ഫ്രം സി. ലെറ്റ്സ് സീ. സോ യെസ്, ടെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ പോയിൻറ്റ്സ് ആയിട്ട്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ടിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ യെസ്, ഇവിടെ നോക്കുക, ടുവേർഡ്സ് എൻഡിലേക്ക് 16 to 20 degrees Celsius എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദ ഡിഗ്രി ഈസ് ബീങ് മിസ്ഡ് ഓവർ ദെയർ. ഓക്കെ, സോ യെസ്, സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി സി. യെസ്, so many of you have got the right answer. Congratulations, dear ones. So Anasuya, Akku, Reba, Soumya, Lekha, right answer. Now the fourth question. When SIDS commonly occurs? Commonly occur. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കോമൺലി ഒക്കർ ചെയ്യുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്, എവിടെയാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ലെറ്റ്സ് സീ. ഫോർത്ത് ആൻഡ് ആൻസർ അനസൂയയ്ക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഷീ ഈസ് സേയിങ് ഇറ്റ്സ് ഫ്രം ടെക്സ്റ്റ് എ. ഓക്കെ, യെസ്, അനസൂയ, അക്കു. ഓക്കെ, സോ യെസ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഒക്കേഴ്സ്, അതെവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ യെസ്, very true, very true. Yes, so congratulations everyone who got it right. Yes, Soumya, Reba, right answer, which is A. Yes, moving on to the next question. When does babies rebreathe exhaled carbon dioxide? When does babies rebreathe exhaled carbon dioxide? Okay, and so he can answer കിട്ടിയിട്ടുണ്ട്. Yes. സോ എപ്പോഴും ഓർക്കുക, നമ്മളിങ്ങനെ ഒരുപാട് ലൈവ് സെഷൻസ് നീതൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഫ്രം 8 o'clock to 9 o'clock എവറി മൺഡേ ടു ഫ്രൈഡേ. സോ നിങ്ങൾ എല്ലാ ദിവസവും 8 മണിക്ക് ഓരോ മൊഡ്യൂളിലുമുള്ള ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ക്വൈറ്റ് ഹാപ്പി ടു ഇൻഫോം യു ഓൾ ദാറ്റ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് അവർ ഓഫ്ലൈൻ ക്ലാസ്സസ് ഫ്രം August 5th. ഈ വരുന്ന ഓഗസ്റ്റ് 5 തൊട്ട് നീതൂസ് അക്കാഡമി ഇത്രയും നാൾ ഓൺലൈൻ ക്ലാസ്സസിലായിരുന്നു. ഇനി ഓഫ്ലൈൻ സെൻറ്ററും കൂടെ നമ്മൾ തുടങ്ങി ഓഫ്ലൈൻ ക്ലാസ്സസും August 5th സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് it's been a great blessing from all of you that we are actually stepping into another milestone. So yes, please do remember us in your prayers. Yes, now the fifth one. Anasuya, Reba, Akku, Lekha. Yes, B. So the question was, when does babies rebreathe exhale carbon dioxide ennulladayirunnu. So the fifth one is actually from B, right? Now the sixth question. SIDS is slightly more common in. More common, which is like more common എന്നുള്ള ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഒരു കമ്പൈൻഡ് വേർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. or you can go for synonyms. Let's see. Yes, Anasuya is very, very prompt in replying. I'm so happy to see someone like that. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ പറയുമ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് യുവർ സ്പിരിറ്റ്, ബിക്കോസ് യു ആർ ആക്ച്വലി ഒരു റിയൽ ടൈം എക്സാമിനേഷൻ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രോംപ്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. സോ ഓൾവേസ് റിമെമ്പർ, ടൈം പ്ലേസ് എ വൈറ്റൽ പാർട്ട് വെൻ ഇറ്റ് കംസ് ടു OET റീഡിംഗ് പാർട്ട്. യെസ്, Anasuya, Reba, Lekha, Akku, everyone is saying it's A. Yes, and that is true. സ്ലൈറ്റ്ലി മോർ കോമൺ, ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, വിച്ച് ഇസ് SIDS also tends to be slightly more common in baby boys. Yes, so the correct answer is A. Now
ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ കിട്ടിയ ആൾക്കാരെല്ലാം കമൻറ്റ് ചെയ്യുക. ടു ലെറ്റ് മീ നോ എത്ര പേർക്ക് ഇവിടെ 7/7 എന്നുള്ളൊരു സ്കോർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. സോ ഐ എം ഗോയിങ് വിത്ത് ദ 7th ക്വസ്റ്റ്യൻ. Percentage of babies are at the risk of without parental control. Percentage. So it's being asked on percentage. എവിടെയാണ് ആ ഒരു ടാബുലേഷൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കുക. Yes, Anasuya, you have got the answer, which is D. Okay. Now tell me how many of you have got all the answers correct. So yes, Reba, correct answer. Yes. So you have like ഇത് കണ്ടു കൃത്യമായിട്ട് odds ratio എന്ന് പറഞ്ഞു 95% confidence interval. So yes, you have whole list of percentage being mentioned on table D. Yes. Okay, so many of you are getting all the answers correctly. ഓക്കെ, നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഐ വിൽ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ്. അപ്പം ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ സ്കോറൊക്കെ നിങ്ങളൊന്ന് പറയാം. സോ യെസ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് 8 to 14 വിത്ത് എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ് ഫ്രം ദ ടെക്സ്റ്റ്. ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ബോത്ത്. സോ 8 തൊട്ട് 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു ലെറ്റർ വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നത് യൂസിങ് എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ് ആണ്. യെസ്. സോ ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ബോത്ത്. അപ്പം ഈ ആൻസേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വേർഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ വേർഡ്സും നമ്പേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാം. സോ യെസ്, 8th ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഐ വിൽ ഗോ ത്രൂ ദ കമൻറ്റ്സ് ആൻഡ് സി എത്ര പേർക്ക് കറക്റ്റ് ആൻസേഴ്സ് കംപ്ലീറ്റ്ലി പ്രീവിയസ് സെറ്റിന് കിട്ടി എന്നുള്ളത്. സോ യെസ്, ദ 8th ക്വസ്റ്റ്യൻ. ഹൗ മെനി മന്ത്സ് ഷുഡ് ദ ബേബി സ്ലീപ്പ് വിത്ത് പേരൻസ് ഇൻ ദ സെയിം റൂം ടു പ്രിവെൻറ്റ് സിഡ്സ്? ഹൗ മെനി മന്ത്സ്? സോ ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് അബൌട്ട് ഒരു ടൈമിങ്ങിനെ കുറിച്ചാണ് അല്ലേ, അല്ലെങ്കിൽ എത്ര നാൾ ഒരു ടൈം ഫ്രെയിമിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഹൗ മെനി മന്ത്സ് ഷുഡ് ദ ബേബി സ്ലീപ്പ് വിത്ത് ദ പേരൻസ് ഇൻ ദ സെയിം റൂം ടു പ്രിവെൻറ്റ് സിഡ്സ്? ഓക്കെ, ആൻഡ് ബിഫോർ ദാറ്റ് Anasuya, you got 7/7, Akku 7/7, Reba 7/7, Lekha 7/7. Congratulations to each and every one of you. സോ കുറച്ച് ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, യു ഹാവ് എ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്. അതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ആൻസർ ചെയ്യുക. ലെറ്റ്സ് സീ. So yes, congrats once again. Yes, Anasuya, first 6 months. Akku, 0-6. It's not just 0-6. You will have to mention first 6 months for sure. സോ അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ ആ ടൈം ഫ്രെയിം എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കോപ്പി ചെയ്തിരിക്കണം. ഓക്കെ, യെസ് ലേഖ, റൈറ്റ്. വിച്ച് ഇസ് ആൻഡ് വേർഡ് യു ഗെറ്റ് ദിസ് ആൻസർ? ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ നിങ്ങൾക്ക് ഏത് പാർട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ടെക്സ്റ്റ് എയിൽ നിന്നാണോ, ബിയിൽ നിന്നാണോ, സിയിൽ നിന്നാണോ, ഡിയിൽ നിന്നാണോ? അതൊന്ന് പറഞ്ഞ് നോക്കട്ടെ. ലെറ്റ് സി ഹൗ മെനി ഓഫ് യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ആൻസേഴ്സ് ട്രേസ് ഔട്ട് ചെയ്യുന്നത്? യു വിൽ ഹാവ് ടു ലുക്ക് ഫോർ ദ കീവേഡ്സ്. ഇവിടുത്തെ കീവേഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് മന്ത്സ് എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാം, ആൻഡ് ബേബി സ്ലീപ്പിംഗ് വിത്ത് പേരൻസ് എന്നുള്ളൊരു കാര്യം എടുക്കാം, ആൻഡ് ടു പ്രിവെൻറ്റ് സിഡ്സ് എന്നുള്ള കാര്യവും എടുക്കാം. സോ ഡെഫിനറ്റ് ആയിട്ടും ഈ എല്ലാ കീവേഡ്സും നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഇസ് ഡെഫിനറ്റ്ലി ഫ്രം സി. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് യുവർ ബേബി സ്ലീപ്പ് ഇൻ എ കോട്ട് ഓർ മോസസ് ബാസ്ക്കറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് പേരൻസ് ഫോർ ദ ഫസ്റ്റ് 6 months. സോ കൃത്യമായിട്ടൊരു ടൈം ഫ്രെയിമിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ യെസ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫ്രം എ, ഇറ്റ്സ് ആക്ച്വലി ഫ്രം ടെക്സ്റ്റ് സി. ഓക്കെ, സോ യെസ്, so that's the right answer. So the answer is first 6 months already ഉള്ളതുകൊണ്ട് you don't have to rewrite that. First 6 എന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. Now the next question. Which age group of babies have extremely rare chances of getting SIDS? ഏജ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ് ആകാം. എക്സ്ട്രീംലി റെയർ ചാൻസസ്, വളരെ റെയർ ചാൻസസ് ഉള്ളതാണ് ചോദിക്കുന്നത്. സോ ടെൽ മീ, ലെറ്റ്സ് സീ. Yes, Anasuya, correct. So yes, now 9th question the ആൻസറിന് വേണ്ടിയിട്ടാണ് ഐ എം വെയിറ്റിംഗ്. സോ എത്ര പേർക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യേണ്ട കീവേഡ്സ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ യെസ്, Reba, you got the answer, which is after 1. Okay, which is after 1 year. Okay, which age group? Definitely you will have to mention after 1 year. Yes. So, after 1 year എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ, and that is from text A. Let's see.
സോ ഇവിടെ നിങ്ങൾ ടുവേർഡ്സ് ദ എൻഡ് നോക്കുകയാണ്. SIDS risk also extremely rare after 1 year of age. സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളോടൊരു ടൈം ഫ്രെയിമിംഗ് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആഫ്റ്റർ 1 year. യെസ്. സോ യെസ്, അക്കു കറക്റ്റ് ആൻസർ. വിച്ച് ഇസ് നോട്ട് ജസ്റ്റ് 1 year, ആഫ്റ്റർ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ആഫ്റ്റർ 1 year. യെസ്. സോ ഇതൊരു ഏജ് ഗ്രൂപ്പിൻ്റെ കാറ്റഗറൈസേഷൻ അല്ല, ഡെഫിനറ്റ് ആയിട്ടും അത് ഇൻ ബിറ്റ്വീൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. സോ യെസ്. Now moving on to the next question. Which risk can be including in environmental stress? Environment stress. So search for the particular keyword environment stress. എവിടെയാണ് environment stress എന്ന് പറയുന്ന ഒരു കീവേഡ് കിട്ടുന്നതെന്ന് നോക്കാം. സോനിയ, very good evening dear. So yes. സോ അമീഗാലി വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. നിങ്ങൾ വളരെ പ്രോംപ്റ്റായിട്ട് പെട്ടെന്ന് ആൻസർ പറയൂ. ഇത്രയും ടൈം നമുക്ക് തരാനില്ലല്ലോ. കാരണം 15 മിനിറ്റിലാണ് നിങ്ങൾ 20 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്ക്ലെറ്റ് കൃത്യമായിട്ട് എക്സാമിനർ വാങ്ങിക്കും. സോ ഓൾവേസ് റിമെമ്പർ, ടൈം ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. എപ്പോഴും നിങ്ങൾ ഓരോ മെറ്റീരിയൽ സോൾവ് ചെയ്യുമ്പോഴും എത്ര ടൈം എടുക്കുന്നുണ്ട്, 15 മിനിറ്റിന് മുകളിൽ നിങ്ങൾ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കൂടുതൽ പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യുക, സ്പെയർ ചെയ്തിരുന്ന് തന്നെ നിങ്ങൾ ആ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക. സോ എപ്പോൾ നിങ്ങൾ 15 മിനിറ്റിന് താഴെ ഈ 20 ചോദ്യങ്ങളും ഒരു ചോദ്യം പോലും തെറ്റാതെ ആൻസർ കണ്ടുപിടിക്കുന്നു, അപ്പോൾ നിങ്ങൾ OET റീഡിങ്ങിൻ്റെ എക്സാമിന്, അതും പാർട്ട് എ സെഷൻ, OET റീഡിങ് പാർട്ട് എ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പാർട്ട് എക്ക് വളരെയധികം എന്താ പറയുക, ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ യെസ്, നൗ ടെൽ മീ ഗൈസ്. Yes, so many. Okay, environment stress. Reba, Anasuya, Akku, Lekha. Everyone is saying tobacco smoke. Yes. Let's see, and that is from text B. Alla. So yes, ivideയാണ് text B. So ivida environmental stress could include tobacco smoke. You have it right over here. So yes, this is how you trace the information. Alla, കൃത്യമായിട്ട് നമുക്ക് information trace out ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. Congratulations each and everyone. കൃത്യമായിട്ട് കിട്ടിയ ആൾക്കാർക്കെല്ലാം congrats. And now I'm moving on to the next question. When does the SIDS appears to peak? To peak എന്ന് പറഞ്ഞാൽ എന്താ? കൂടാനുള്ള ചാൻസസ് അല്ലേ, എപ്പോഴാണ് എന്നുള്ളത്. സോ യെസ്, ആക്ച്വലി സൗമ്യ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി ഇങ്ങനെ ക്ലാസ് ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് ബി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് നമുക്കൊരു ലൈവ് സെഷൻ ഉണ്ട്, വിച്ച് ഇസ് ഹാൻഡിൽ ബൈ വന്ദന മാം. ആൻഡ് നിങ്ങൾ ആ സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ പാർട്ട് എയും അതുപോലെ ബിയും സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ പറയുന്നുണ്ടാവും. സോ യെസ്, സോ ഓൾവേസ് കീപ്പ് എ ട്രാക്ക് ഓർ ട്രെയിൽ ഓഫ് എ ലൈവ് സെഷൻസ്. നമ്മുടെ ലൈവ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ യെസ്, സോ അതെല്ലാം ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാം കേട്ടോ. Okay, now coming back to the 11 questions. When does the SIDS appears to peak? So that's your question. Let's see. Nobody is able to find the answer. Induity. When does the SIDS appears to peak? So that's your question. Yes. Akku. Okay. Lekha. Reba. Yes. Right answer, between 2 and 4 months. Yes. It is between the 2nd and 4th month, and that is from text B. Text B യിലെ ലാസ്റ്റ് സെൻറ്റൻസിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണാം. SIDS appears to peak between 2nd and 4th months, or between 2 and 4 months. Oh Sonia, great to hear that. And how was it? How was your OET exam, or how was your experience? അതൊന്ന് ഷെയർ ചെയ്യൂ, because a lot many of the participants over here are preparing for writing the OET exam. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റലായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ആൻഡ് എവ്രി വൺ ഈസ് ലൈക്ക് അയ്യോ എങ്ങനെയായിരിക്കും, ഭയങ്കര പാനിക് ആൻസൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. സോ ഡു ലെറ്റ് us know how was it. യെസ് സൗമ്യ, റൈറ്റ്. ആൻഡ് ഒരിക്കലും ഈ പറയുന്ന പോലെ നമ്മൾ ബിറ്റ്വീൻ നമ്മൾ B♯W എന്ന് എഴുതുന്ന പോലെ ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്ത് ഫോക്കസ് ഓൺ ദ ഒറിജിനൽ സ്പെല്ലിങ്സ്. ഓക്കെ, യെസ്. ആൻഡ് സുയ, okay, 12th. Okay, now moving on to the next question. 12th ന്റെ question ഞാൻ ചോദിക്കുകയാണ്. Which age group of babies have a high mortality rate? High mortality rate. Okay, Anasuya and Reba already answers കിട്ടിയിട്ടുണ്ട്. Yes, first 6 months.
and that is definitely from text A. Most deaths happen. അവിടെ നിങ്ങൾക്ക് ഒരു സിനോണിം ആണ് യൂസ് ചെയ്യേണ്ടത്. Most deaths happen. അതാണ് ഹൈ മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് അല്ലേ. അവിടെ ഒരു പാരഫ്രൈസിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ യെസ്, അല്ലെങ്കിൽ ഒരു സിനോണിം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ യെസ്, which is first 6 months. Right answer. Now the 13th question. Which is the most effective way to protect babies with SIDS? Most effective way. അപ്പോൾ prevention ആണല്ലോ. To protect babies with SIDS. Okay, Sonia, great to hear that. എന്താണല്ലോ ഇത്തവണ ക്രാക്ക് ചെയ്യാൻ പറ്റത്തെ. Like all my wishes are with you. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. Okay, let's see. Okay, and do let me know when you crack the OET. Okay. So yes, Reba. Yes, healthy sleep environment. Okay, most effective way was just like setting up healthy. Okay, let's see. So you have a whole list of things over here, and ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് പ്രാക്ടീസിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. And safe sleeping practices are the top of the list, and setting up a healthy sleep environment is the most effective way to keep your little one protected. Yes. Okay, Sonia. So yes, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യം സെറ്റിംഗ് അപ്പ് എ ഹെൽത്തി സ്ലീപ്പ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ യു ഹാവ് ടു പ്രൊവൈഡ് ദ കറക്റ്റ് ആൻസർ അല്ലേ. എഫക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. യെസ്. സോ യെസ്, നൗ ആ ഒരു സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. 14th ക്വസ്റ്റ്യൻ. വിച്ച് പൊസിഷൻ നീഡ്സ് ടു പ്ലേസ് ദ ബേബി ടു പ്രിവെൻറ്റ് സിഡ്സ്? പൊസിഷനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ കുട്ടീനെ എങ്ങനെ പൊസിഷൻ ചെയ്താൽ സിഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. സോ യെസ്, ലെറ്റ്സ് സീ. യെസ്, Reba, which is feed to food. Yes. So that is from text C. Text C la place your baby. The second one തന്നെ നിങ്ങൾക്ക് കാണാം. Place your baby in the feed to food position with their feet touching the end of the cot, Moses basket or pram. Yes. Right answer. So yes. അപ്പോൾ ആ ഒരു സെറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയും കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഒന്ന് പറയാം. ലെറ്റ്സ് സീ. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ്. ഇനി ഒരു 5 ചോദ്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ലെറ്റ്സ് സീ. സോ ഞാൻ ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ പോവാണ്. Questions 15 to 20. Complete each of the sentences 15 to 20 with a word or a short phrase from one of the text. Each answer may include words, numbers or both. So ഇവിടെയും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വേർഡ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും നേരം കംപ്ലീറ്റ് ദ അല്ലെങ്കിൽ മാച്ച് ദ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് മാറുന്നത്. സോ യെസ്, ദ 15th ക്വസ്റ്റ്യൻ. ഡാഷ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് SIDS by smoking while pregnant or after the baby is born. Dash can reduce the risk. ആർക്കായിരിക്കും? മേ ബി ഇറ്റ്സ് ലൈക്ക് ഹൂ ആയിരിക്കാം അല്ലെങ്കിൽ വാട്ട് ആയിരിക്കാം. ലെറ്റ്സ് സീ. Dash can reduce the risk of SIDS by smoking while pregnant or after the baby is born. So that's how you read the question and you have to find an answer. See, quick reading എന്നുള്ളത് ഇവിടെ ഭയങ്കര വൈറ്റലാണ്. ക്വിക്ക് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദ ടെക്നിക്സ് ഓഫ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് ഇസ് ആക്ച്വലി ജനറിക് വ്യൂവിന് കിട്ടാൻ വേണ്ടിയിട്ടും സ്കാനിങ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ട്രേസ് ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ യെസ്, യൂസ് തിങ്സ് വൈസ്ലി. ഓക്കെ. സോ യെസ്. ഓക്കെ, Anasuya, previous question സെറ്റിന് 7/7 കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, Reba, parents, yes. Anasuya, parents. Right answer, which is parents. Okay, that's right. And now the 16th question. Dash of the babies with birth weight less than 2.500 grams have risk of having SIDS. ഇങ്ങനത്തെ ബേബീസിനാണ്, ഏത് കാറ്റഗറി ഓഫ് ബേബീസ് അല്ലെങ്കിൽ ഏത് പെർസെൻറ്റേജ് ഓഫ് ബേബീസ് ആവാം അല്ലെങ്കിൽ ഏത് റേഷ്യോ ഓഫ് ബേബീസ് ആവാം? Now tell me, let's see. If someone is getting the answer, do let me know through the comments. I'll be reading your comments. അല്ലേ, നിങ്ങളുടെ ഇതൊരു വിർച്വൽ ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് കൂടുതലായിട്ടും ഈ ഇൻട്രാക്ഷൻ നടക്കുന്നത് ഈ കമൻറ്റ് ബോക്സിലാണ്. സോ ഡു ലെറ്റ് മീ നോ. യെസ്.
So yes, dash of babies with birth weight less than. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് ടേബിളിൽ birth weight less than 2500 gram അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ആൻഡ് യു ഹാവ് ലൈക്ക് 3.32%. സോ ഇവിടെ എല്ലാം പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ആണ് വരുന്നത്. സോ യെസ്, ഇവിടെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് കാണും. സോ ദ ആൻസർ ഈസ് ആക്ച്വലി 3.32%. യെസ്. Now the 17th question. SIDS risk decrease after. SIDS risk decrease after. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് റിസ്ക് എപ്പോഴാണ് ഡിക്രീസ് ആവുന്നത് എന്നുള്ളത്. ആഫ്റ്റർ വാട്ട്? ആഫ്റ്റർ വാട്ട്? യെസ്, നോക്കാം. സോ യെസ്, റീബ, ഇസ് ദാറ്റ് ദ കറക്റ്റ് ആൻസർ? അത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? യു ഹാവ് സ്കിപ്ഡ് ആ ക്വസ്റ്റ്യൻ ഇൻ ബിറ്റ്വീൻ. സോ യെസ്, 17th ക്വസ്റ്റ്യൻ. സിഡ്സ് റിസ്ക് ഡിക്രീസ് ആഫ്റ്റർ. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഈ പറയുന്ന റിസ്ക് ലെവൽസ് എല്ലാം ഡിക്രീസ് ആവും. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഇസ് ആക്ച്വലി ഫ്രം ടെക്സ്റ്റ്. So you have a whole set of things being mentioned over there. So yes, between SIDS, risk decrease after 6 months. So ഒരു ഡിക്രീസിങ്ങിൻ്റെ കാര്യം അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, which is after 6 months. So yes, so already after നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് you will have to mention only 6 months. Hope that is clear to each and everyone. Now the 18th question. Dash or a lightweight baby bag will provide a comfortable sleeping environment for the baby. Dash or a lightweight baby bag will provide a comfortable sleeping environment for the baby. So the comfort provided in a baby, this is all related to babies alle. Appo let's see. So yes, yes, absolutely right. Akku and Suya, yes. And Reba previously പറഞ്ഞിരുന്നു, that is the right answer, which is light bedding. Yes. So moving on to the 19th question. Dash is the alternative name for SIDS. So alternative name. So it is the other name. So what is the other name എന്നുള്ളതാണ്. And where do you find out? It's quite visible അല്ലേ? സോ ടെക്സ്റ്റൈൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഡെഫിനറ്റ് ആയിട്ടും സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്നുള്ളത് സിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറീനെ നമ്മൾ മറ്റൊരു പേരിലും വിളിക്കുന്നു, വിച്ച് ഇസ് കോഡ് ഡെത്ത്. ആൻഡ് ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ടു ബി an another name right over there. So that is clear alle? Yes. Akku, Anasuya, yes. Reba, right answer. Now the last question, the 20th questions. Infants born dash or with a dash are at greater risk of SIDS. Infants born dash or with a dash. So you will have to find two answers. കൃത്യമായിട്ട് അവിടെ രണ്ട് സ്പേസസ് അല്ലെ ബ്ലാങ്ക് സ്പേസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു വിൽ ഹാവ് ടു mention two things over there. Infants born dash or with a dash are at greater risk of SIDS. So ഇതിൻ്റെ ആൻസറും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ടും വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളത് പറയാം. 20/20 ആണോ or 15 താഴേക്ക് പോയ ആൾക്കാരുണ്ടോ? സോ ഡു ലെറ്റ് മീ നോ. ആൻഡ് നൗ ഐ എം ഈഗർലി വെയിറ്റിംഗ് for you to find the answer for the last question. Yes, Ansuya, which is prematurely or low birth weight. Yes. So yes, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ യെസ്, എങ്ങനെയാണ് കുട്ടികൾ ഈ ഡിസീസ് കണ്ടീഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാർട്ട് എയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഓക്കെ Ansuya, യെസ്. സോ ഐ ഹോപ്പ് ദിസ് വാസ് എ ബെനിഫിഷ്യൽ സെഷൻ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഈ ഒരു സെഷൻ കൊണ്ടുണ്ടായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നൗ ടെൽ മീ ഹൗ മെനി ഓഫ് യു ഗോട്ട് 20/20 ഓർ വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ സ്കോർ? അത് നിങ്ങളൊന്ന് പറയാം. ലെറ്റ്സ് സീ. യെസ് റീബ, 20/20. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് റീബ, എത്ര ടൈം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ റീബ എടുത്തൊരു ടൈം എത്രയാണ്?
ടൈം ഫ്രെയിമിങ് എന്തായിരുന്നു. സോ ഓൾസോ മെൻഷൻ യുവർ ടൈം. സോ എപ്പോഴും മനസ്സിലാക്കുക 15 മിനിറ്റ്സിന് താഴെ തന്നെ നമുക്ക് ഈ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗോയിങ് ത്രൂ ദ 4 ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഉള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല. വി ക്യാൻ ഡെഫിനറ്റ്ലി വർക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് സുയ, ഗ്രേറ്റ് ടു ഹിയർ ദാറ്റ് യു ഓൾസോ ഗോട്ട് 20/20. സോ ഹാപ്പി ഫോർ യു ഗൈസ്. സോ യെസ്, എത്ര ടൈം എടുത്തു എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുമോ? സോ ഐ റിയലി വാണ്ട് ടു നോ. യെസ് റീവ, 12 minutes. സി, അപ്പോഴും 3 മിനിറ്റ് ബാക്കിയാണ്. യെസ്, ആൻഡ് ദാറ്റ് ടൈം യു ക്യാൻ യൂസ് ഫോർ റിവ്യൂയിങ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് റിവ്യൂ ചെയ്യാനുള്ള ടൈം പോലും നിങ്ങൾക്ക് മിനിമം കിട്ടുന്നുണ്ട്. സോ എപ്പോഴും തറോ പ്രാക്ടീസ് എന്നുള്ളത് വിട്ട് കളയാതെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് സോ യാ, വിത്തിൻ 12 minutes. യെസ്, ഗ്രേറ്റ്. സോ ഐ ഹോപ്പ് ഇത് കുറച്ചും കൂടെ ഒരു ഈസി, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ? ഇടയ്ക്കൊക്കെ മോഡറേറ്റ് ലെവലിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ട് ഈ മെറ്റീരിയലിനെ കാറ്റഗറൈസ് ചെയ്യാം. വേർ സം വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സം വെർ കൈൻഡ് ഓഫ് ലൈക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. സോ യെസ്, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. അപ്പോൾ അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്, ആൻഡ് താങ്ക് യു.